ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 45 ബാലലീലകൾ. ശ്ലോകം 1. ഐസബലമുരാരേ പാണുജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതുച്ഛാരുവേഗാത്. പദം ഐ സബല മുര അരേ പാണിജാനുപ്രചാരൈ കിം അപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിത ചരണ കഞ്ചൗ മഞ്ജു മഞ്ജീര ശിഞ്ചാ ശ്രവണ കുതുക ഭാജൗ ചേരതു ചാരു വേഗാൽ. അർത്ഥം: അല്ലയോ ബലരാമസഹിതനായ മുരാരി, മനോഹരമായ കാൽച്ചിലമ്പൊലി കേൾക്കുന്നതിൽ കൗതുകം കൊണ്ടിരുന്ന നിങ്ങൾ ഇരുവരും താമരക്കാലുകളാൽ മുട്ടുകുത്തിക്കൊണ്ട് ഗൃഹാന്തർഭാഗങ്ങളിൽ വിഹരിച്ചു തുടങ്ങി. ശ്ലോകം 2. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗലിതകരാന്തവ്യാലഗത് കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൂണാം. പദം മൃദു മൃദു വിഹസന്തൗ ഉന്മിഷത് ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദ അബ്ജദേശൗ ഭുജഗളിത കര അന്ത വ്യാലഗത് കങ്കണ അംഗൗ മതിം അഹരതം ഉച്ചൈ പശ്യതാം വിശ്വനൃണാം. അർത്ഥം: കാണാൻ യോഗ്യതയുള്ള താമര കാലടികൾ, കൈത്തണ്ടയിൽ നിന്ന് ഇഴകി വീണ കരാഗ്രങ്ങളിൽ തങ്ങി നിൽക്കുന്ന വളകളും മനോഹരമായ ചെറുദന്തങ്ങൾ പ്രകാശിക്കുമാർ പുഞ്ചിരി പൊഴിച്ചിരുന്ന നിങ്ങളുടെ മുഖങ്ങളിൽ ഇഴഞ്ഞിരുന്ന തലമുടിയും മൂലം നിങ്ങൾ കണ്ടു നിന്നവരുടെയെല്ലാം കരൾ കുളിർപ്പിച്ചു. ശ്ലോകം 3. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനാദം വ്യാഹസന്തോ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ടദോ ദത്തദൃഷ്ടി കിംവന വിദധാതേ കൗതുകം വാസുദേവ. പദം അനുസരതി ജന ഔഖേ കൗതുക വ്യാകുല അക്ഷി കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിത വദന പത്മം പൃഷ്ടത ദത്തദൃഷ്ടി കിം ഇവ ന വിദധാതേ കൗതുകം വാസുദേവ. അർത്ഥം: കൗതുകകുല നേത്രങ്ങളോടുകൂടിയ ഗോപന്മാർ പിടിക്കാനായി പിന്നാലെ വരുമ്പോൾ ശബ്ദമുണ്ടാക്കി ചിരിച്ച് ഓടിപ്പോവുകയും മുഖാംബുജങ്ങൾ പിന്നോക്കം തിരിച്ചു നോക്കുകയും ചെയ്തിരുന്ന നിങ്ങൾ ഏവർക്കും കൗതുകമുണ്ടാക്കി. ശ്ലോകം 4. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്ത പങ്കൗ ദിവിമുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമതജനിനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. പദം ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്ത പങ്കൗ ദിവി മുനിഭി അപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതം അത ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുഹു അഭി പരിരബ്ധൗ ദ്രാഗ് യുവാം ചുംബിതൗ ച. അർത്ഥം: വേഗത്തിൽ നടക്കുമ്പോൾ തടഞ്ഞു വീഴുകയും തന്മൂലം ശരീരത്തിൽ ചളി പുരളുകയും ചെയ്യുകയാൽ മാലിന്യമില്ലാത്തവരായ മഹർഷിവര്യന്മാർ അങ്ങയെ മന്ദസ്മിതത്തോടെ വന്ദനം ചെയ്തു. അപ്പോഴേക്ക് ഓടിയെത്തിയ മാതാപിതാക്കന്മാർ അങ്ങയെയും ജ്യേഷ്ഠനെയും കരങ്ങളിലെടുക്കുകയും ആലിംഗനം ചെയ്ത് ചുംബിക്കുകയും ചെയ്തു. ശ്ലോകം 5. സ്നുതകുജഭരമങ്കേ ധാരയന്തി ഭവന്തം തരളമതി യശോദാസ്തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുക്തഹാസാങ്കുരം ദേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. പദം സ്നുത കുജ ഭരം അങ്കേ ധാരയന്തി ഭവന്തം തരളമതിഹി യശോദ സ്തന്യത ധന്യ ധന്യ
കപട പശുപ മധ്യേ മുക്തഹാസ അങ്കുരം തേ ദശന മുകുള ഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ചുരന്ന മുലകളോടെ അങ്ങേ മടിയിലിരുത്തി ദയാപരവശമായ മാനസത്തോടുകൂടി മുല കുടിപ്പിച്ചിരുന്ന യശോദ ധന്യരിൽ ധന്യ തന്നെ. അതിനിടയിൽ മായാബാലകനായ അങ്ങയുടെ മുക്തഹാസം സ്ഫുരിക്കുന്ന കുസുമ മുകളോപമങ്ങളായ ചെറുദന്തങ്ങളുള്ള കോമളവദനത്തെ നോക്കി അങ്ങയുടെ മാതാവ് അത്യാനന്ദം അനുഭവിച്ചു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.